ഹലോ, എല്ലാവർക്കും പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ കാലത്ത് ഞാൻ ഇന്ന് ഞായറാഴ്ച ആരം കൊണ്ട് 7:30 മണിയൊക്കെ ആയിട്ടാണ് എണീറ്റപ്പോൾ. അപ്പം തന്നെ നല്ല കുറച്ച് അതിങ്ങനെ വെയിൽ ചുതിച്ച് വരുന്നുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു കാലത്ത് തന്നെ മുറ്റടിച്ചിട്ടെങ്ങാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ മുറ്റടിച്ചിട്ട് ഈ മെറ്റലുള്ളാരം കൂടെ നമുക്ക് ഈ കുഞ്ഞി ഈ ചവറുകളൊക്കെ ഒന്ന് വേഗം ഒന്ന് പോരില്ല. പിന്നെ കുഞ്ഞി മേലെ പുല്ലൊക്കെ വേഗം പൊട്ടി മുളയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിക്കുമ്പോൾ തന്നെ വേറൊരാൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആച്ചു എണീറ്റിട്ടുണ്ടായിരുന്നേ. ആച്ചുവിനൊക്കെ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. ആളവിടെ നിന്ന് എന്തെങ്കിലും ടോയ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കളിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കഴുകിയത് ഡ്രസ്സിൽ കുറച്ചും കൂടെ ഉണങ്ങാണ്ടുണ്ടായിരുന്നേ. അപ്പോൾ വെയിലും കൂടെ ഉദിച്ച് വന്നപ്പോൾ ഞാൻ സ്റ്റാൻഡ് അങ്ങനെ നീക്കി വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റില്ല കേട്ടോ. സാബക്കയുടെ ബൈക്കിലിരിക്കണാറും കൂടെ പിന്നെ അവരെ യൂണിഫോം കഴുകാനുണ്ടായിരുന്നേ. അതപ്പോൾ വേഗം അങ്ങനെ കഴുകണം. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളുള്ളതല്ലേ. അപ്പോൾ യൂണിഫോം കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇന്നലെ പ്രോഗ്രാമൊക്കെ ആരം കൊണ്ട് കഴുകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് മറ്റേ സുഖയിൽ ഉണ്ടാക്കില്ലേ, പയറിൽ ശർക്കര തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ എന്താ വിചാരിച്ചേക്കണത്. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. പയർ വെള്ളത്തിലൊന്നും കുതിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നേരെ തന്നെ കുക്കറിൽ പയറിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വേവിച്ചപ്പോഴാണ് വെന്തത്. അവൾക്കും ഇർഫൂന് സാബിക്ക് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മൂത്രവിചാരം കൊണ്ട് കുളിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ തേങ്ങ ഫ്രിഡ്ജിലെടുത്ത് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു മണ്ടത്തരം ചെയ്തിട്ട് പിന്നെ ഇതില്ലേ ശർക്കര ആദ്യം വെള്ളം ഒഴിക്കാണ്ട് വെറുതെ ഇട്ടിട്ടാ. അത് ഇടയ്ക്ക് എനിക്ക് പറ്റണതാണ് വേണ്ടത്തര. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് നമ്മൾ തേങ്ങയും ചിരണ്ടി ചെയ്ത് അതിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ ഏലക്കായ കുറച്ച് പഞ്ചസാര ചതച്ചത് അതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പയർ വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് നമ്മളുടെ ശർക്കരയും തേങ്ങയിട്ട് വഴറ്റിയതിലേക്ക് നമ്മളുടെ പയറിട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇതാക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഇതാക്കിയെടുക്കണം. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലോപ്പായി പോകുന്ന ഡൗട്ടോടുകൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇന്നലെ ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ട് കുറേ ഉണ്ടാക്കി. കാലത്ത് ഫുഡ് കഴിക്കാനായിട്ട് ലേറ്റ് ആവും കേട്ടോ. ഒരു 9-10 മണിയൊക്കെ ആവും കേട്ടോ. ഫോണും കഴിക്കാനായിട്ട് വേഗം കൂടെ തിരിച്ചിടല്ലെങ്കിൽ പിന്നെ കഴിക്കൂല കേട്ടോ. പ്രോട്ടീനും കാൽസ്യക്കുള്ള ഇതല്ലേ. അപ്പോൾ അതാരം ഞാനെന്താ നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും കേബിളും അവിടുത്തെ നിലൊക്കെ ഒരു പരിവായിട്ടാണ്. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് തുടച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറുമ്പ് വരുമല്ലോ, നമ്മൾ ശർക്കരയുടെ മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ കുറുമ്പ് വരുമല്ലോ. വേഗം കൂടെ തുടച്ചിട്ട് അപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലദോഷം തലവേദനയൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഒരു 1/2 മണിക്കൂർ കിടന്നുള്ളൂ. പണികളിങ്ങനെ ആരും കിടക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരവിടെ നിന്ന് TV ആണ്. അവർക്കൂടെ വലിയ ശീലങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും അവൻ മൂത്ര വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു കേട്ടോ. അവിടെയൊക്കെ തുടച്ചിട്ട് വേറെ ബെഡ്ഷീറ്റ് ഇട്ടിട്ടോ. അപ്പോഴേക്കും ഞാൻ അവിടെയൊക്കെ വേഗം അടിച്ചിട്ട് അവരുടെ ടോയ്കൾ ഇങ്ങനെ കിടക്കണമായിരുന്നു. നമുക്ക് മര്യാദയ്ക്ക് ഫുള്ളായിട്ട് മര്യാദയ്ക്ക് അടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കൾക്ക് ഇന്നലത്തെ പരിപ്പറി കുറച്ചുണ്ടായിരുന്നു. ഞാൻ ചോറ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാലത്തെ പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ അത് വേഗം കൂടെ കഴുകിയെടുക്കണ്ട, അല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും തോറും പിന്നെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പരിപ്പറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ച റോസ്റ്റ് നമ്മൾ തല മാറ്റിയിട്ട് തല ചമ്മന്തിക്കെടുക്കും. അതിൻ്റെ ഉടൽ മാത്രം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കും. അപ്പോഴേക്കും നമ്മൾ അരി തിളച്ചിട്ടുണ്ട്. അതങ്ങനെ വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചെമ്മീൻ്റെ ഉടലും തലക്ക് വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. സിമ്പിളാണ് ഈ ചെമ്മീൻ റോസ്റ്റ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതുപോലെ നമ്മൾ കഴുകിയ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വേണമെന്ന് വെച്ചാൽ ഉള്ളി അല്ലെങ്കിൽ സവാള മിക്സിലിട്ട് കുറച്ച് മുളക് പൊടി നല്ല കാശ്മീരി പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സിലടിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴിച്ചെടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വേപ്പിലയുടെ ഈ മൊരിച്ച ചെമ്മീനും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മൊരിയണം കേട്ടോ. മൊരിയനിലാണ് ടേസ്റ്റ് എടുക്കണത്. അല്ലെങ്കിൽ ഒരു പച്ചച്ചവ അടിക്കും കേട്ടോ. നമ്മൾ പിന്നെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പനിക്കൂർക്കിലിടയിലിട്ടിട്ട് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ദിവസം ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം കസാരമ്പോൾ ഞാൻ വെച്ചേക്കിരുന്നേ. അപ്പോൾ ഞാനത് വേഗം അങ്ങോട്ട് മടക്കി വെക്കണം കേട്ടോ. ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഉണ്ട് ഡ്രസ്സ് മടക്കി വെക്കണേ. പിന്നെ നമ്മളെ സാവക്കാട വെള്ളപ്പനി ചെയ്തപ്പോൾ എന്തോ ഒരു കറ മാതിരി ഉണ്ടായിരുന്നേ. ഒരു ഇരുമ്പിൻ്റെ കളറുള്ള ഒരു കറ കേട്ടോ. അതെന്താണെന്നാവോ കഴുകിയപ്പോൾ അങ്ങനെ വലിയതായിട്ട് തോന്നിയില്ല. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളറ് കണ്ടത്. അതിന് കഴുകി പോകുമെന്നും അറിയില്ല കേട്ടോ. ഒന്ന് കഴുകി നോക്കണം കേട്ടോ.
അപ്പോഴേക്കും ഞാൻ കുളിച്ചൊക്കെ റെഡി പിന്നെ അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാനിരുന്നിട്ട് നമ്മൾ ആ ഡ്രസ്സ് ഒരുവിധം മുണങ്ങി വരണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങാതെ ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റാൻഡ് ഒന്നും എടുത്തിട്ട് അവർ അപ്പോഴേക്കും അടക്കളൊക്കെ വൃത്തിയാക്കി നീറ്റാക്കിയിട്ടിട്ടത് ഉച്ചവരെയുള്ള ഡെയിൻ മെയിൽ ലൈഫാണ് ഞാൻ എടുത്തേക്കണത്. ഫുള്ളായിട്ട് ഡെയിൻ മെയിൽ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഫോണിൽ ചാർജില്ല. അപ്പോൾ എന്താ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യേ. ബൈ.